ചോദ്യം നമ്പർ 4 ശ്രീ മുഹമ്മദ് മൊഹസിൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. നാലാമത്തെ ചോദ്യം വരൂല. നാലാമത്തെ വന്നു. 4 വിളിച്ചു. സർ, ഇവിടെ ANB 2023 ചേർന്ന ഗതാഗത സുരക്ഷാ അവലോകന യോഗം സംസ്ഥാനത്തെ റോഡുകൾ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വിലയിരുത്തിയിരുന്നു. അതോടൊപ്പം ഇത്തരം റോഡുകളുടെ നിർമ്മാണം അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിന് പ്രധാന മാർഗമാണെന്ന് നിരീക്ഷിച്ചു. ഭാവിയിൽ നിർമ്മിക്കുന്ന റോഡുകളും ജംഗ്ഷനുകളും പൊതുഗതാഗത സംവിധാനങ്ങളും ആസൂത്രണം ചെയ്യുന്നതിന് IRC MORTH മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇതിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ ഇതര വകുപ്പുകളുമായി ചേർന്ന് പരിശോധന നടത്തി അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുതകുന്ന റോഡ് സുരക്ഷാ മാർഗങ്ങൾ നടപ്പാക്കി വരുന്നു. തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ അപകടരഹിതമാക്കുന്നതിന് ബ്ലാക്ക് സ്പോട്ട് മാനേജ്മെൻറ്റ് സ്റ്റഡി എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. ബ്ലാക്ക് സ്പോട്ട് ഇടനാഴികളിൽ ഹ്രസ്വകാല തിരുത്തൽ പ്രവൃത്തികളും ഗതാഗത നിയമലംഘനങ്ങൾ തടയുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു വരുന്നു. പൊതുമരാമത്ത് റോഡുകളിലെ 93 ബ്ലാക്ക് സ്പോട്ടുകളിൽ ഹ്രസ്വകാല തിരുത്തലുകൾ ഇതിനകം നടപ്പാക്കി. ഇതിനു പുറമെ നാറ്റ്പാക്ക് കണ്ടെത്തിയ അതിതീവ്ര ബ്ലാക്ക് സ്പോട്ടുകളിൽ സ്ഥിരം തിരുത്തൽ സംവിധാനം ഏർപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് 6 ലൈനിങ് സ്കെച്ചുകളിൽ ബഹുമാനപ്പെട്ട CM ലെങ്തിയാണ് ടേബിൾ ചെയ്തോ? അല്ല, വായിക്കുന്ന ഇതുമെല്ലാം പറയുന്നതാ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ. വർക്ക് സോൺ സേഫ്റ്റി ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. KSRTC വാഹനങ്ങൾ ഉൾപ്പെടുന്ന അപകടങ്ങൾ ഓരോ മാസവും കോർപ്പറേഷൻ വിലയിരുത്തുന്നതിനു വേണ്ടി സംസ്ഥാന തലത്തിലൊരു കമ്മിറ്റിയും ഡിപ്പോകളിൽ ഒരു ടീമും രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പ്രയത്നിക്കുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അവരെ അനുമോദിച്ചു വരുന്നു. സംസ്ഥാനത്ത് AI ക്യാമറകൾ ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെൻറ്റ് നടപ്പാക്കുക വഴി വാഹന നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരുന്നു. വിവിധ നടപടികൾക്കൊപ്പം ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ഉറപ്പാക്കാൻ സാധിച്ചതുമൂലം റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ എണ്ണം 2022 4317 എന്നത് 2023 4080 2024 3746 കുറയുകയുണ്ടായി. ആക്സിഡൻറ്റ് മോണിറ്ററിങ്ങും ബോധവൽക്കരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സിറ്റിസൺ സെൻറ്റിനൽ ആപ്പ് നടപ്പിലാക്കിയത് വഴി കഴിഞ്ഞിട്ടുണ്ട്. സർ, C ഉണ്ട്. ഓപ്പറേഷൻ റോഡ് സേഫ്റ്റി എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നു. രാത്രികാലങ്ങളിൽ ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി നൈറ്റ് എൻഫോഴ്സ്മെൻറ്റ് പെട്രോളിംഗ്, ഹൈവേ പെട്രോളിംഗ്, മൊബൈൽ പെട്രോളിംഗ് എന്നിവ നടത്തിവരുന്നു. വിശേഷാവസരങ്ങളിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്ത പരിശോധനകളും നടത്തുന്നുണ്ട്. സർ, D ഉണ്ട്. സംസ്ഥാനത്ത് സ്കൂൾ സമയത്തും തിരക്കുള്ള മറ്റ് സമയങ്ങളിലും ചരക്ക് വാഹനങ്ങൾക്ക് രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയും പ്രധാന നിരത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവികൾ, RTO എൻഫോഴ്സ്മെൻറ്റ്, റവന്യൂ, ലീഗൽ മെട്രോളജി, മൈനിങ് ആൻഡ് ജിയോളജി എന്നീ വകുപ്പുകളിലെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ഓവർലോഡിംഗ് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കി വരുന്നു. സ്വകാര്യ ബസ്സുകൾ, ലോറികൾ എന്നിവയുടെ അമിത വേഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും ഗതാഗത നിയമപരിപാലനം കർശനമാക്കുന്നതിനുമുള്ള നടപടികളും ഇതോടൊപ്പം സ്വീകരിച്ചു വരുന്നു. ശ്രീ മുഹമ്മദ് മൊഹസിൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വിജയൻ. സർ, സംസ്ഥാന ഗവൺമെൻറ് റോഡപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലെടുത്ത നിലപാടുകളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ദീർഘദൂര യാത്രയിൽ ഉറക്കമൊഴിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേകതരം അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നു. ഒറ്റ നോട്ടത്തിൽ ആരും ഉറങ്ങുന്നതായി മനസ്സിലാകുന്നില്ല. പക്ഷേ ഉറങ്ങിക്കൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് എന്നൊരു പഠന റിപ്പോർട്ട് അടുത്ത ദിവസം വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നേരിട്ട് തന്നെ ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും കുറച്ച് സമയം ഒരു ചായയോ ഒക്കെ കഴിക്കാനുള്ളൊരു പ്രത്യേക സ്ഥലങ്ങൾ
തീരുമാനിക്കുന്നത് നല്ലതായിരിക്കും. അത്തരമൊരു നടപടി സ്വീകരിക്കുമോ എന്നതാണ് ഒരു ചോദ്യം. യെസ്, ബഹുമാനപ്പെട്ട CM. സർ, പല സ്ഥലത്തും ഇത്തരം അപകടങ്ങൾ കുറക്കുന്നതിനും ആളുകളെ ഉന്മേഷവാരാക്കുന്നതിനുമൊക്കെയുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട് റോഡുകളിൽ തന്നെ. അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് പലയിടത്തും ഇപ്പോൾ തന്നെ സ്വീകരിക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മളെ റോഡുകളിലൂടെയാണ് സൈക്കിൾ യാത്ര, കാൽനട യാത്ര ഉള്ളത്. പക്ഷേ മുഖ്യമന്ത്രിയോട് തന്നെ സൂചിപ്പിച്ചത് പ്രകാരം റോഡുകളിൽ സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ അത്തരം മോഡേൺ റോഡുകൾ ഇപ്പം ദേശീയപാത വരുന്ന ഭാഗത്ത് മാത്രമേ വരാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഈ കാൽനട യാത്രക്കാർ, പ്രത്യേകിച്ച് പ്രായം ചെന്നവരെല്ലാം തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടുകയാണ്. രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ കറുത്ത വസ്ത്രങ്ങൾ, അത് വിവിധ വിശ്വാസികളും ഒക്കെയായി നടക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുണ്ട് ഡ്രൈവർമാർക്ക് കാണാത്തത്. അതിനേക്കാളേറെ വലിയ വെളിച്ചം പ്രസരിപ്പിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങളും വിദേശങ്ങളിൽ നിന്ന് മാർക്കറ്റ് ചെയ്ത് ഇവിടെ എത്തി മറ്റ് യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ റോഡിൽ വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു സംവിധാനം ഒരുക്കുമോ? കാൽനട യാത്രക്കാരുടെ കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ റോഡുകളിലൂടെ. അതിനൊരു പരിഹാരം കാണുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്യും. സർ, നമ്മുടെ സംസ്ഥാനത്ത് റോഡുകൾ പലതും നല്ല റോഡുകളാണല്ലോ. അതുകൊണ്ട് നല്ല വേഗതയിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാൽനട യാത്രക്കാർ, റോഡ് ക്രോസ് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത്. സർ, കാൽനട യാത്രക്കാർ റോഡിലൂടെ യാത്ര ചെയ്യുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രയാസമുണ്ടാക്കുന്നതാണ്. അതായത് ഈ അമിത വേഗതയിൽ വാഹനങ്ങൾ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിവേഗതയിൽ പോകുന്ന വാഹനങ്ങൾ റോഡിലൂടെ പോകണം, അത് അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്. പക്ഷേ കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യം പ്രത്യേകമായി ഒരുക്കേണ്ടതായിട്ടുണ്ട്. അത് ആ തരത്തിൽ തന്നെ ചെയ്തു പോകണമെന്ന് തന്നെയാണ് കാണുന്നത്. ഏതെങ്കിലും ചില പ്രദേശങ്ങളിലായിരിക്കും ഈ പറയുന്ന കാൽനട യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള പ്രത്യേക സ്ഥലങ്ങളില്ലാത്തത്. അത് ആ തരത്തിൽ ഒരുക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മറ്റു തരത്തിലുള്ള റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് തീർച്ചയായും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ശ്രീ VR സുനിൽകുമാർ. സർ, സംസ്ഥാനത്തെ നിരത്തുകളിൽ വാഹനങ്ങളുടെ അമിതവേഗം തടയുന്നതിന് വാഹനങ്ങളിൽ ബാർകോഡും റോഡുകളിൽ ജിയോ ഫെൻസിംഗ് സ്ഥാപിച്ച് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ? എങ്കിൽ ഇതിൻ്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് അറിയും. ജിയോ ഫെൻസിങ്ങും ബാർകോഡും. സർ, അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ കേട്ടില്ല. ജിയോ ഫെൻസിങ്ങും ബാർകോഡ് ഏർപ്പെടുത്താൻ പറ്റുമോ? തീർച്ചയായും ആ കാര്യം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ശ്രീ ET ടൈസൺ മാസ്റ്റർ. സർ, സംസ്ഥാനത്തെ നിരത്തുകളിൽ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിച്ച് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്യുന്ന പ്രവണത കൂടി വരുന്നുണ്ട്. മാത്രമല്ല, ടൂ വീലർ ഇപ്പോൾ മിക്കവാറും റോഡ് സൈഡിലൂടെ പോകുന്ന പ്രവണതയും വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. അത്തരം സന്ദർഭത്തിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുകയോ വാഹനം സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയോ ഒക്കെ ചെയ്യുന്ന കർശനമായിട്ടുള്ള നടപടികളിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ കഴിയുമോ? ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചാണ് അങ്ങ് സൂചിപ്പിച്ചത്. അത് ഗൗരവമായി പരിശോധിക്കുന്നതാണ്. ആവശ്യമായ കരുതൽ നടപടികൾ ഇപ്പം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ശ്രീ വായൂർ സോമൻ. സർ, അനുദിനം വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി 2021 തയ്യാറാക്കിയ റോഡ് സുരക്ഷാ മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. സർ, റോഡ് സുരക്ഷയ്ക്കുതകുന്ന നടപടികൾ ഒട്ടേറെ സ്വീകരിച്ചു വരുന്നുണ്ട്. എങ്കിലും അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതലായി സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് തന്നെയാണ്.